ഹലോ, എല്ലാവർക്കും ട്രോപ്പിക്കൽ ഇൻഫോയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് NR നാഷണൽ റോസ് ഗാർഡൻ്റെ മദർ പ്ലാന്റ്സ് ഒക്കെ ഉള്ള ഒരു ഫാമിലേക്കാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ റേമയുടെ ഉണ്ട്, നമുക്ക് പരിചയപ്പെടാം. ഒത്തിരി മദർ പ്ലാന്റ്സും ഒത്തിരി എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ ചെയ്യുന്ന കേരളത്തിലെ മോസ്റ്റ് റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു നഴ്സറിയാണ് നാഷണൽ റോസ് ഗാർഡൻ. അപ്പോൾ നാഷണൽ റോസ് ഗാർഡൻ എന്താണ് എന്നുള്ളത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് നാഷണൽ റോസ് ഗാർഡന്റെ NR എന്നറിയപ്പെടും അവിടുത്തെ ഒരു പ്രൊഡക്ഷൻ ഏരിയ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. മദർ പ്ലാന്റുകൾ, നമ്മൾ ഒരുപാട് മദർ പ്ലാന്റുകൾ കളക്ട് ചെയ്ത് നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അതൊന്ന് നിങ്ങളെ നേരിട്ട് കാണിക്കാൻ വേണ്ടി. ഇത് ആരാണെന്ന് മനസ്സിലായി? മാഡത്തിന്റെ പേര് പറഞ്ഞില്ല. ഞാൻ റേജോസ്. റേജോസ്. എന്റെ ഹസ്ബൻഡ് ജോസ്. ഓക്കെ, ഞങ്ങളുടെ ഒരു നാഷണൽ റോസ് ഗാർഡൻസിന്റെ ബാക്ക് ബോൺ. ഈ കാണുന്ന എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത് മാഡമാണ്. അപ്പൊ നമുക്ക് ഓരോ പ്ലാന്റിലേക്കും പോവാം അല്ലേ? ഓക്കെ. ഏകദേശം എത്ര ഏക്കേഴ്സിലാണ് ഇവിടെ പ്രൊഡക്ഷൻ ചെയ്യുന്നത്? ഓൾമോസ്റ്റ് ഒരു 10 ഏക്കറിലുണ്ട്. മദർ പ്ലാന്റുകളും അതുപോലെ പ്രൊഡക്ഷനും. അതായത് ഞങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള മദർ പ്ലാന്റുകൾ എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട് ആയതിനു ശേഷം നമ്മളത് ഓക്കെ ഇത് ഇന്ന തരത്തിലാണ് എന്ന് കൺഫേം ആയതിനു ശേഷം നമ്മൾ ഉണ്ടാക്കുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഞാൻ ഒരുപാട് വെറൈറ്റികൾ കാണിച്ചു തരാം. പക്ഷെ അത് നമ്മൾ പ്രൊഡക്ഷൻ തുടങ്ങണേ ഉള്ളൂ. ഈ പ്രാവശ്യത്തെ ഈ സമയത്ത് ഫ്രൂട്ട് ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം നമ്മളത് പ്രൊഡക്ഷൻ തുടങ്ങിയിട്ടുള്ളൂ. അപ്പൊ ഒരു 3 മാസത്തിന്റെ ഉള്ളിലൊക്കെ നമുക്കത് പ്ലാന്റ് അവൈലബിൾ ആയി. ഇവിടെയുള്ള എല്ലാ പ്ലാന്റ്സും നമുക്ക് ഇപ്പൊ തൈകൾ അവൈലബിൾ ആയിരിക്കില്ല. അതിന് കാരണം അത് നമ്മുടെ കാലാവസ്ഥയിൽ കായ്ക്കുമോ എന്ന് നോക്കി ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമാണ് അത് മാർക്കറ്റിലേക്ക് ഇറക്കുക അല്ലേ? നമ്മളുടെ പല നമ്മുടെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിന് തന്നെ പലർക്കും സംശയമുണ്ട്, പുറത്തുനിന്ന് വരുന്ന ഇത് നമ്മുടെ നാട്ടിൽ കാക്കില്ല, നമ്മുടെ ഓൺ സ്ഥലത്തുള്ള നമ്മുടെ പ്രോഡക്റ്റുകൾ മാത്രമേ അതിനൊരു എന്താ പറയാ ഒരു ഉത്തരമാണ്. നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. അതെ, നമുക്കത്ര ധൃതിയില്ല. നമ്മളിവിടെ വെച്ച് നമ്മൾ ഫ്രൂട്ട് ആയതിനു ശേഷം അത് ഓക്കെ എന്നുള്ള ആ പ്രോഡക്റ്റ് കണ്ടിട്ട് അതിൽ നിന്ന് ഉണ്ടാക്കിയതാണ് 100% നമുക്കത് കൺഫേം ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഞങ്ങളുടെ ഒരു പരിശ്രമം. അതാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ശരിക്കും നഴ്സറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ പ്ലാന്റുകൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിനെയാണ് നഴ്സറി എന്ന് പറയുന്നത്. മറ്റേതൊക്കെ എന്ന് പറയുന്നത് എന്താ പറയാ, റീറ്റെയിൽ സ്റ്റോഴ്സ് ആണ്, ട്രേഡിംഗ് ആണ്. എവിടെന്നെങ്കിലും തൈകൾ എടുത്ത് വരും, മറച്ചു വെക്കും. ഇപ്പൊ നഴ്സറി എന്ന് പറയുന്നത് ഇത് അവിടെ കാണാൻ പറ്റും. അത് കാറ്റ്സ്ക്ലോ മുതൽ ജബോട്ടിക്കാവ, ചാമ്പ, പല വെറൈറ്റികളും ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ മാഡം പറഞ്ഞ പോലെ എല്ലാ 100% വെറൈറ്റികൾ, ഇപ്പോൾ ചില വെറൈറ്റികളൊക്കെ കസ്റ്റമേഴ്സിന് പ്രത്യേക താല്പര്യം അല്ലേ, പ്രത്യേക ഒരു റഷ് ഡിമാൻഡ് ഒക്കെ ചില സീസണിൽ ചില ഉണ്ടാവും. അതൊക്കെ പിന്നെ അതായത് നമ്മളൊരു കമേഴ്സ്യൽ നഴ്സറി എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്നത്തെ മാർക്കറ്റിൽ നമുക്കത് പിടിച്ചു നിൽക്കണമെങ്കിൽ ഒപ്പത്തിനൊപ്പം ഓടണ്ടേ. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ഇപ്പം അവൈലബിൾ ആയിട്ടുള്ള പുറത്തുനിന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് പ്രത്യേകം നമ്മൾ പറയും, ഇത് നമ്മുടെ ഓൺ പ്രോഡക്റ്റ് അല്ല, നമ്മളത് പുറത്തുനിന്ന് കൊണ്ടുവന്നാണ്. സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമുക്ക് കസ്റ്റമേഴ്സിന് അത് കൊടുക്കാം. നിർബന്ധം. ഇപ്പം ഈ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മിയാസാക്കി, ആ ഒരു ഇത് ഭയങ്കര ഹൈപ്പായിരുന്നു. കാരണം എല്ലാവരും വന്നിട്ട് ചോദിച്ചിട്ട് നമുക്ക് നിവൃത്തിയില്ലാതെ നമ്മൾ എവിടെ നിന്നാണ് അത് അവൈലബിൾ ആവുക എന്ന് വെച്ചാൽ നമ്മൾ അത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോഴും പറയും നമ്മുടെ ഇവിടെ ഫ്രൂട്ട് ആയതല്ലാട്ടോ എന്ന് പറയാനുള്ള ആ ഒരു അങ്ങനെ പറഞ്ഞിട്ട് അത് നമ്മൾ കാണിക്കാറുണ്ട് എപ്പോഴും. മിയാസാക്കി ഇല്ലെങ്കിൽ ആ സമയത്ത് ഒരു മോശം നഴ്സറി ആയി മാറും. കാരണം അതാണ് ഒപ്പത്തിനൊപ്പം ഓടണ്ടേന്ന് ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ ഒരു. അപ്പൊ വരുമ്പോ കസ്റ്റമേഴ്സും കൂടെ കുറച്ച് ഇതിനെ കുറിച്ചൊക്കെ കുറച്ച് പഠിച്ചിട്ടൊക്കെ വരിക, അല്ലാതെ വെറുതെ എന്തെങ്കിലും 4 ആളുകളെ വർത്താനം കേട്ട് ചാടി കയറി. അറ്റ്ലീസ്റ്റ് ഇതുപോലത്തെ മദർ പ്ലാന്റ് ഉള്ള നഴ്സറികൾ വിസിറ്റ് ചെയ്യാം. എന്താണ് മാവ്, മാങ്ങകൾ അല്ലെങ്കിൽ മറ്റ് പഴച്ചെടികൾ, ഈവൻ ഓർണമെന്റൽ ആയിട്ടുള്ള പല പ്രോഡക്ട്സും ഇവിടെ കാണാൻ സാധിക്കും. അപ്പൊ ഇതൊക്കെ എന്താന്നുള്ളത് കുറച്ചെങ്കിലും ഒരു സ്വയം ബോധത്തോടെ അല്ലേ. നമ്മളൊരു സ്വർണ്ണക്കടയിലാണെങ്കിലും സ്വർണ്ണം വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ ജനേന ചെമ്പാണോ മുക്കാണോ എന്നൊക്കെ നോക്കുന്ന പോലെ
വന്ന് കാണാം. ഓക്കെ, അപ്പോൾ ഇവിടെ NRന്റെ 2 ഔട്ട്ലെറ്റുകൾ ഉണ്ട്, രണ്ടും ഓപ്പൺ ആണ് കസ്റ്റമേഴ്സിന്. ഇവിടെയും വരാം. ഇതൊരു പ്രൊഡക്ഷൻ യൂണിറ്റ് ആണെന്ന് കരുതി റെസ്ട്രിക്ഷൻസോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല. ഇല്ല. അത് ഹോൾസെയിലും ഉണ്ട്, റീറ്റെയിലും ഉണ്ട്. ഇപ്പോ നഴ്സറി ചെറിയ രീതിയിൽ ഇപ്പൊ വീട്ടമ്മമാർക്കൊക്കെ ചെറിയ രീതിയിലൊക്കെ തുടങ്ങാനൊക്കെ ആവശ്യമാണെങ്കിലൊക്കെ എല്ലാം ഹോൾസെയിൽ റേറ്റിൽ തന്നെ അവർക്ക് കൊടുക്കുന്നതായിരിക്കും. അപ്പൊ ഇവിടെ ഇപ്പൊ നമ്മൾ നേരെ മുന്നിൽ കാണുന്നത് തന്നെ ഇപ്പോ ഒരു ചാമ്പ ഐറ്റം ആണ് അല്ലെ, ബാലി. ഇത് ഡൽഹരി. അതായത് ഇവിടെ ഡൽഹരി അത്ര നല്ല പെർഫോമൻസ്, ഈ നഴ്സറിയിൽ ഡൽഹരി അത്ര നല്ല പെർഫോമൻസ് അല്ല കാണിക്കണേ. പക്ഷെ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുള്ള പ്ലാന്റുകൾ കൊണ്ടുവച്ചിരിക്കുന്ന മേ ബി അതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മൾ ഈ 2 നേരവും നനയ്ക്കുന്ന ഒരു ഏരിയ ആണ്. അപ്പം ഈ ചാമ്പയായാലും മാങ്ങയായാലും എല്ലാം അതായത് വെള്ളം അത്ര ഫ്രൂട്ടിങ് സമയം വെള്ളത്തിന്റെ ആവശ്യമില്ല. ഇപ്പൊ 2 നേരം നനയ്ക്കാൻ നമ്മള് ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ചെറിയ പ്ലാന്റുകൾ അതിന്റെ അടിഭാഗത്തുണ്ട്. അപ്പൊ അതിനെപ്പോഴും ഈ കവറിലുള്ള പ്ലാന്റുകൾക്ക് എപ്പോഴും നമ്മൾ നനയ്ക്കണം. അപ്പൊ ഫ്രൂട്ടിന്റെ ക്വാളിറ്റിക്ക് കുറച്ച് സൈസ് കൂടും, പക്ഷേ മധുരം കുറയും, വെള്ളം വാട്ടർ കണ്ടന്റ്. അപ്പൊ അതുകൊണ്ട് വെക്കുന്ന കസ്റ്റമേഴ്സ് അത് നോക്കിയിട്ട് ചെയ്താല് നല്ല ഈൽഡും കിട്ടും, നല്ല ടേസ്റ്റും കിട്ടും. അതെ, അപ്പൊ അതൊക്കെ എന്തായാലും കസ്റ്റമേഴ്സ് ശ്രദ്ധിക്കുക. പിന്നെ ഇവിടെ എന്തായാലും ഫ്രൂട്ട് വിൽപ്പനക്കല്ല, ഇവിടെ മെയിൻ ആയിട്ട് പ്രൊപ്പഗേഷൻ ആണ്, തൈകൾ ഉത്പാദനമാണ്. അപ്പൊ ഇവിടെ ഫ്രൂട്ട് ക്വാളിറ്റി ഇവിടെ ഒരു വിഷയമല്ല. ഓക്കെ, കിളികളൊക്കെ നിറയെ തിന്നു പോവാണ്, പല ചാമ്പകളും പല വെറൈറ്റികളൊക്കെ മൊത്തം കിളികളൊക്കെ കഴിച്ചു. അവിടെ ഒത്തിരി ചാമ്പയുണ്ട്. ഇത് കാലാപ്പാടി മാവാണ്. കാലാപ്പാടി മാവൊക്കെ ഇവിടെ കായ്ച്ചു നിൽപ്പുണ്ട്, ബഡും ഗ്രാഫ്റ്റൊക്കെ എടുത്തിട്ടും അത്യാവശ്യം ഇവിടെ കായ്ച്ചു നിൽപ്പുണ്ട്. അവിടെ ഒരു ബ്ലാക്ക് ആൻഡ്രൂസ് ഫ്രണ്ടിൽ തന്നെ കിടപ്പുണ്ട്, നല്ല രീതിയിൽ കായ്ച്ചു കിടക്കുന്നുണ്ട്. ഇതാണ് ഇവിടെ കാണുന്ന ബ്ലാക്ക് ആൻഡ്രൂസ്. അപ്പൊ ഈ മാഡം പറഞ്ഞത് ഇത് 35 വർഷം അല്ലേ, തുടക്ക സമയത്ത് വെച്ച മാവുകളിൽ ഒന്നാണ് ഈ ബ്ലാക്ക് ആൻഡ്രൂസ്. നല്ല മൽഗോവയുടെ രുചിയായിട്ട് സാമ്യമുള്ള മാവാണല്ലോ അല്ലെ, നല്ല രുചിയുള്ള മാവാണ് ബ്ലാക്ക് ആൻഡ്രൂസ്. പിന്നെ ഇതിൽ നിന്നായിരിക്കും ഏറെക്കുറെ കമ്പുകളൊക്കെ വെട്ടി. ബ്ലാക്ക് ആൻഡ്രൂസിന് ഇതിൽ നിന്നാണ് കമ്പുകൾ. അതാ, അപ്പോൾ അത്യാവശ്യം ഇവിടെ മാങ്ങയുണ്ട്, ഏകദേശം മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു ഏർലി ഫ്രൂട്ട് കണ്ടോ, ഇവിടെയൊക്കെ മേലെയൊക്കെ മാങ്ങയുണ്ട്. ഇതൊരു ഏർലി ഫ്രൂട്ടിംഗ് ആണ്, മഴയ്ക്ക് മുന്നേ കിട്ടും എന്നുള്ളത് തന്നെ ഒരു ഗുണമാണ്. മൽഗോവ ഇഷ്ടപ്പെടുന്നവർക്ക് വെക്കാം. ഇവിടെ നല്ല ഭംഗി, അതിന്റെ ഇലയും തളിരും നല്ല ഫുൾ, അത് ഒരു പിങ്ക് റോസ് കളറിലേക്ക് ബ്ലാക്ക് ആൻഡ് റോസ് അങ്ങനെയാണ് പേര് വന്നിരിക്കുന്നത്. ബ്ലാക്ക് ആൻഡ്രൂസ് എന്ന് തെറ്റി പറയുന്നുണ്ട്, പക്ഷെ ബ്ലാക്ക് ആൻഡ് റോസ് ആണ് ഞാൻ നോക്കിയിട്ട് കറക്റ്റ്. കാരണം അതിന്റെ പുതിയ ലീവ്സ് വരുന്നത് മൊത്തം നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന നല്ല. ഇനി നമുക്ക് ഒന്ന് ഒട്ടുതൈകളുടെ സെക്ഷനിലേക്ക് പോകാം. നല്ല വെയിലായി തുടങ്ങി, ഇന്ന് ഞായറാഴ്ച ആയിട്ട് നമുക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് കൂടെ കൂടിയിരിക്കുകയാണ്. ഇത് ചെമ്പകം അല്ലേ? ഇത് ചെമ്പകം വൈറ്റ്. ഇത് സൗന്ദര്യ. ഓക്കെ, ചെമ്പകം പൂത്ത് നിൽക്കുന്നുണ്ട്, കാണിച്ചു തരാം. ഓക്കെ, ചെമ്പകം ഇത് മെയിൻലി തമിഴ്നാട് കസ്റ്റമർ അവരാണ് ഇതിന്റെ തമിഴ്നാട്ടിലേക്കാണ് മെയിൻ ആയിട്ട് ചെമ്പകം. ഓക്കെ. ഇനി വലിയ ചെമ്പകത്തിന്റെ തൈ അല്ലേ, ഫ്ലവറൊക്കെ വന്ന ചെമ്പകം. അപ്പൊ ചെമ്പകം മുതൽ ചാമ്പ, സ്റ്റാർ ഫ്രൂട്ട്, ഇത് മാവിന്റെ തൈകളാണല്ലേ. മാവിന്റെ കാലാപ്പാടിയുടെ തൈകൾ ഏകദേശം ഒരു 4 അടി 5 അടിയൊക്കെ പൊക്കം വരുന്ന തൈകളാണ്. 250 രൂപയാണ് ഇവിടെ വരുന്ന റേറ്റ് കേട്ടോ ഈ തൈകൾക്ക്. അത്യാവശ്യം വലിയ തൈയാണ്. പിന്നെ ഈ ചാമ്പയോ, ഏത് ചാമ്പയാണ്? ബാലിയാണോ? വൈറ്റ് ചാമ്പ. ഇതൊക്കെ എങ്ങനെയാ റേറ്റ്? 250. വലിയ തൈയാണ് അല്ലേ, 4 അടി 5 അടി. ഇത് സപ്പോട്ട, തായ് ജംബോ വലിയ തൈകളുണ്ടല്ലോ, കായൊക്കെ ഉള്ള. ഇതെങ്ങനെയാ റേറ്റ്? 800 രൂപ. ഇതിന് ചെറിയ തൈ മുന്നേ ഇവിടുന്ന് ഞാൻ വാങ്ങിച്ചിരുന്നു, 500 കുറെ മുന്നേ. അപ്പൊ അത് വലിയ തൈയായി. ചെറുത് 350 ആയി അല്ലേ. അപ്പം ഇതിങ്ങനെ സമയം പഴകുന്തോറും റേറ്റ് ഇങ്ങനെ കുറഞ്ഞു വരും അല്ലേ. മുന്നേ 2 വർഷം മുന്നേ വാങ്ങിച്ചത് 500 രൂപയ്ക്കായിരുന്നു, അപ്പൊ അത് 350 ആയി. ഇനി ഇങ്ങനെ കാലം
പുതിയ പുതിയ വെറൈറ്റികൾ വരുമ്പോഴും കൂടുതൽ പ്രൊഡക്ഷൻ ഒക്കെ കൂടുതലാവുമ്പോൾ റേറ്റ് കുറയും. ബൾക്കൊക്കെ ആയിട്ട് എടുക്കുന്നവർക്ക് വന്നു കഴിഞ്ഞാൽ ഇവര് ഹോൾസെയിൽ റേറ്റിലും തരും. ബൾക്ക് പ്ലാന്റേഷൻ റേഞ്ചിലൊക്കെ എടുക്കുകയാണെങ്കിൽ ഏറെക്കുറെ തൈകളൊക്കെ ഇവിടെ തന്നെ മദർ പ്ലാന്റ് ഉള്ളതാണ് എന്നുള്ളൊരു പോസിറ്റീവ് സൈഡ് കൂടെ ഉണ്ട്. ഇവിടെ ഒരു പുതിയ വെറൈറ്റി മാങ്ങയാണ്. സത്യം പറഞ്ഞാൽ അതിൻ്റെ പേര് അറിയില്ല എന്നുള്ളതാണ് ഇതിൻ്റെ സത്യം. ഓക്കെ, അപ്പോൾ ചില വെറൈറ്റികൾ ഇതുപോലെ ഇവിടെ കൊണ്ടുവന്ന് എക്സ്പെരിമെൻ്റ് ചെയ്ത് വെക്കുന്ന വെറൈറ്റികളാണ്. അത്യാവശ്യം കായ്ച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ ലീഫും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്. ആർക്കെങ്കിലൊക്കെ പരിചയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അത്യാവശ്യം കായപിടുത്തം തുടങ്ങിയിട്ട് ചെറിയ തൈയാണ്. ഓക്കെ, കുഞ്ഞു തൈയാണ്. ഒരു 10 അടിയൊക്കെ പൊക്കം, 12 അടി പൊക്കമുള്ള തൈയാണ് ഇത്. പക്ഷേ നല്ല പ്രായമുള്ളതാ. കാരണം പണ്ട് കൊണ്ടുവന്നിട്ട് നമ്മള് സ്ഥലം ഇല്ലാണ്ട് നമ്മള് കവറിൽ വെച്ച് അതിങ്ങനെ മുരടിച്ച് പിന്നെ അവസാനം സ്ഥലം കണ്ടെത്തി വിറ്റിട്ടുള്ളതാ. എല്ലാം ഒരുവിധം പഴക്കമുള്ളതാ. കാരണം 2010 മുതല് ഈ മാവുകളൊക്കെ കളക്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ പേര് കോക്കനട്ട് മാംഗോ എന്ന് എഴുതി വെച്ചിട്ടുള്ളത് അവർ ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം വെച്ചതാണ്. ഇതിന്റെ പേര് ഇപ്പോഴും ഫൈൻഡ് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജിൻസിങ് അല്ലേ? നാംഡോക് മൈ പർപ്പിൾ എന്ന് പറയുന്ന പർപ്പിൾ എന്ന് പറഞ്ഞിട്ട് ഇപ്പോ ഒരുപാട് ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ സത്യം പറയട്ടെ, നമ്മള് ഒരു വർഷങ്ങൾക്ക് ഇടയിൽ മാത്രമാണ് യൂട്യൂബിൽ ഇതൊക്കെ കണ്ടു തുടങ്ങിയത്. പക്ഷെ ഇവിടുത്തെ മരത്തിന്റെ അടിവണ്ണം കണ്ട മിനിമം ഒരു 10 വർഷം മുതൽ ഇവിടെ മിനിമം ഒരു 6-7 വർഷമെങ്കിലും നമുക്ക് പറയാം. അത്രയും മുന്നേ തന്നെ ഇവിടെ തൈകൾ ഉണ്ട് എന്നുള്ളത് അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കേട്ടോ. ഇത് പക്ഷെ നല്ല പർപ്പിൾ കളർ വരും. നമ്മൾ കവർ യൂസ് ചെയ്തിട്ടില്ല. കവർ യൂസ് ചെയ്യാത്ത ഇതിന് ഒരു വൈറ്റ് കവറാണ് ഇതിന്റെ കളർ ഫുള്ള് കിട്ടാൻ വേണ്ടിയിട്ട് നല്ലത്. അപ്പം കവർ യൂസ് ചെയ്യാത്ത കളറാണ് നിങ്ങൾ കാണുന്നത്. ജിൻസിങ് ഇഷ്ടംപോലെ മാങ്ങ ഉണ്ടാവും. നല്ല മാങ്ങ. അതായത് പുറത്തുനിന്നുള്ള മാവുകള് ഇവിടെ എങ്ങനെ അത് പെർഫോം ചെയ്യുന്നു എന്നുള്ളത്. ഇത് ഒരു സൈഡ് മാത്രമല്ല കേട്ടോ, ഇതിലെ പല കൊമ്പുകളിലും ആളുകൾക്ക് സംശയം ഉണ്ടാവും. 1-2 കൊമ്പുകളിൽ കായ്ച്ചിട്ട് അവിടെ ഇവിടെ തൂക്കിയിട്ടതാണെന്നല്ല, ഇത് കായ്ക്കുന്നുണ്ട്. ഓക്കെ, ഇതിന്റെ ഒന്നുകൂടെ വൈഡ് ആയിട്ടുള്ള വ്യൂ ആണോ. 2 പ്രാവശ്യം വീട്ടിലേക്ക് പൊട്ടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഈ സീസണില്. ഇപ്പോ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ കിളികൾ കൊത്തി തിന്നിട്ട് മൂത്തതൊക്കെ കിളികൾ കൊത്തി തിന്നുന്ന അങ്ങനെയും ഒരു കുറവ് ഇതില് ഈ മാവിലുണ്ട്. നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട്. നമ്മളിത് ഉണ്ടാവാൻ വേണ്ടിയിട്ട് യാതൊരു വിധ അത് നോർമലി അത് കായ്ക്കുന്നു, ഉണ്ടാവുന്നു. നമുക്ക് ജസ്റ്റ് ഒരു മാങ്ങയായാലും കണ്ടാ മതി. അതിന്റെ ഇത് അപ്പൊ പിന്നെ ഇത് ഓക്കെ ആണല്ലോ നമ്മുടെ കസ്റ്റമേഴ്സിന് അത് പറഞ്ഞു കൊടുക്കാനും. പിന്നെ കാലക്രമേണ അതിങ്ങനെ സ്വാഭാവികമായിട്ട് സയണുകളും കമ്പുകളും എടുക്കുന്നതുകൊണ്ടുള്ള നമ്മൾ കട്ട് ചെയ്യുമ്പോ പിന്നെ നെക്സ്റ്റ് ഇതിൽ ചിലപ്പം അത് കായ്ക്കാതെ വരുന്ന ഒരു അവസ്ഥ. മെയിൻ ആയിട്ട് പ്ലാന്റ് പ്രൊഡക്ഷൻ ആണ്. വൺസ് അഗൈൻ ഇവിടെ ഫ്രൂട്ട് സെല്ലിംഗ് അല്ല. അപ്പോൾ ഫ്രൂട്ട് സെല്ലിംഗ് എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു ബോധർ ചെയ്യുന്ന കാര്യമേ അല്ല. ഓക്കെ, അപ്പൊ നമ്മള് ഇപ്പോഴിതൊക്കെ താഴേക്ക് റെക്കോർഡ് ചെയ്ത് വെക്കുക എന്നേ ഉള്ളൂ. ഇവിടേക്ക് താഴേക്ക് നിറയെ മാങ്ങയാണ്, നിറയെ മാങ്ങ. ഇതൊക്കെ ഇത് സെയിം അല്ലേ? നാംഡോക് മൈ പർപ്പിൾ. ശരിക്കും ജിൻസിങ് എന്നാണ് ഇതിന്റെ പേര്. അത്യാവശ്യം ഒരു 1/2 കിലോയിലൊക്കെ അധികം വരും തൂക്കം. നല്ല കാണാൻ അടിപൊളിയാണ്. എന്തായാലും നമ്മുടെ നാട്ടിൽ കായ്ക്കുന്നു എന്നുള്ളത് തന്നെ ഇറ്റ്സ് എ ബിഗ് പോസിറ്റീവ്. എസ്പെഷ്യലി മാമ്പഴങ്ങളാണല്ലോ. ഹെയ്ഡൻ ഓസ്ട്രേലിയ ആണോ US ആണോ എന്ന് ഉറപ്പില്ല. വിദേശ മാങ്ങയാണ്. കായ്ച്ച് തുടങ്ങുന്നുണ്ട്. ഓക്കെ, പിന്നെ റൂട്ട് സ്റ്റോക്കിന് ചെറിയൊരു അസുഖം വന്നിട്ടുണ്ട്. പക്ഷെ മേലെ തണ്ടിലൊന്നും വലിയ കുഴപ്പങ്ങൾ കാണുന്നില്ല. അതുകൊണ്ട് ഇവിടുത്തെ എൻവയറമെന്റിന് സ്യൂട്ടബിൾ ആണെന്ന് കരുതുന്നു. ഇത് നാംഡോക് മൈ പർപ്പിളിനേക്കാളും കുറച്ച് കായപിടുത്തം കുറവാണ്. പക്ഷെ അത് സീസണിലായിരിക്കും. ഇപ്രാവശ്യം ഞങ്ങളുടെ ഭാഗത്തൊക്കെ പൊതുവെ മാങ്ങ കുറവാണ്. പക്ഷെ ഇവിടെ പിന്നെയും കമ്പാരിറ്റീവ്ലി കാണുന്നുണ്ട്. അതും ഏറെക്കുറെ ഈ തായ്ലാൻഡ് ഇനങ്ങളാണ് ഈ വർഷം കൂടുതൽ കാഴ്ച കാണുന്നത്. നാംഡോക് ഇപ്പൊ എല്ലാവർക്കും നല്ല പരിചയമായിട്ടുള്ള ഒരു മാങ്ങയാണ്. എല്ലായിടത്തും നല്ല പെർഫോമൻസ് ആണ് കൊടുക്കുന്ന കസ്റ്റമേഴ്സ് ഒക്കെ. നമ്മുടെ കേരളത്തില് എസ്പെഷ്യലി ഈ തായ്ലാന്റ് മാവുകളിൽ ആദ്യം വന്ന ഒരു അറിയപ്പെടുന്ന സുന്ദരിയാണ്.
കാണാൻ നല്ല ചന്തക്കാരി, അത്യാവശ്യം കായ്ക്കുകയും ചെയ്യും അല്ലെ? അതെ അതെ, നന്നായിട്ട് കായ്ക്കുന്ന നല്ല മാമ്പഴമാണ്. കേരളത്തിന്റെ കാലാവസ്ഥയിലേക്ക് വെക്കാൻ പറ്റിയ ഒരു മാവിനെ തന്നെയാണല്ലോ നാമ്പഴം. അത് ചെയ്തിട്ടുള്ളതാ കൊണ്ടുപോയ കസ്റ്റമേഴ്സ്. കായപിടുത്തം ഉണ്ട്. പിന്നെ എല്ലാം നമ്മുടെ ഇന്ത്യൻ മാങ്ങകളായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല, കുറച്ചൊരു ഫ്ലേവർ കുറവുണ്ടെന്നേ ഉള്ളൂ. ബാക്കി എല്ലാം കൊണ്ടും നമ്മള് മെയിൻ ആയിട്ട് തായ്ലൻഡിൽ പോകുമ്പോ സ്റ്റിക്കി റൈസിന്റെ കൂടെ കഴിക്കുന്ന അത് ഒരു സ്പെഷ്യൽ ഒരു. അതിന് വേറെ കാര്യമുണ്ട്, അവര് സ്റ്റിക്കി റൈസ് ആയിട്ടും പല മൂല്യവർദ്ധിത വസ്തുക്കളൊക്കെ ആയിട്ട് അവര് ചെയ്യും. നമ്മൾക്ക് അങ്ങനത്തെ നമുക്കത് എങ്ങനെ ഉപയോഗിക്കണം എന്ന് അറിയാത്തത് കൊണ്ടായിരിക്കും. ഒരു പക്ഷേ ഇൻ ഫ്യൂച്ചറിലൊക്കെ ഇവിടെയും അങ്ങനെയൊക്കെ വന്നേക്കാം അല്ലെ? മൂല്യവർദ്ധിത വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് പലരും. ആ റൈസ് ഒക്കെ നമുക്ക് ഇപ്പൊ ആസാമിന്നൊക്കെ കിട്ടുന്നുണ്ട്, സ്റ്റിക്കി റൈസ് ഒക്കെ കിട്ടും. അതിനൊക്കെ പറ്റിയ ഒരു മാങ്ങയാണ്. പിന്നെ ഒരു ന്യൂട്രൽ ഫ്ലേവർ ആണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് ആണ്. പിന്നെ എല്ലാം നമ്മുടെ സെയിം മാങ്ങയുടെ ടേസ്റ്റും എക്സ്പെക്ട് ചെയ്യാൻ പാടില്ലല്ലോ, വ്യത്യസ്തത വേണമല്ലോ. ഇന്നത്തെ എപ്പിസോഡ് ഒത്തിരി നീണ്ടുപോയി. ഇനിയും ഒത്തിരി കാഴ്ചകൾ നമുക്ക് നാഷണൽ റോസ് ഗാർഡൻസിൽ കാണാൻ ബാക്കിയുണ്ട്. നമുക്ക് അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കാം. ഈ എപ്പിസോഡ് മൊത്തമായി കണ്ട എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയപൂർവ്വം നന്ദി.